ഹായ് ഹലോ, ഇതെൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ ആട്ടോ. ഞാൻ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ വാന് വന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വേഗം ഓടുകയാണ്. ഞാൻ കയ്യിൽ എന്തൊക്കെയാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുവന്നതെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കാണണം. ഞാൻ കൈ നിറയെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു കവറിലൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ എന്നെ വിളിക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഞെട്ടിപ്പോയി. പറഞ്ഞല്ലോ, എൻ്റെ കൈ നിറയെ ഗിഫ്റ്റുകളായിരുന്നു. എനിക്കൊരു ഹാമ്പർ ബോക്സ് പോലുള്ളൊരു സംഭവം എൻ്റെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ചെയ്തു തന്നു. പിന്നെ എൻ്റെ പാർവതി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വേറൊരു ഗിഫ്റ്റും തന്നിരുന്നു. ആ ഗിഫ്റ്റ് ബോക്സ് ഉള്ള സാധനം തന്നത് അവന്തികയും ആദിയും അക്ഷരയും കൂടിയാണ്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ലാലുവാപ്പനും അമ്പാടിയും ആൻറ്റിയും മമ്മിയും അച്ഛനും അച്ചാച്ചനും ഡിച്ചൂട്ടനും പിന്നെ ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പാടി വന്നപ്പോൾ തന്നെ ചോദിക്കുകയായിരുന്നു, ചേച്ചി ഇതെന്താ ഗിഫ്റ്റാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് വീട് വരെ ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത് പാർവതി തന്നെയാണ്, ഇത് അവർ തന്നെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഈ ഗിഫ്റ്റിനെ പറ്റി തന്നെയായിരുന്നു ചർച്ച. രേമാമനും വീട്ടിലെത്തിയപ്പോഴും ആശാൻ്റെയും എല്ലാവരും ഉണ്ടായിരുന്നു. ലാലുവാപ്പനും ഉണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വന്നതിൽ. പിന്നെ അമ്മമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. നളിനിമാമയും ഉണ്ട് സൈഡിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അമ്പാടി, പിന്നെ ഇതാണ് എൻ്റെ കേക്ക് കേട്ടോ. കേക്ക് വന്നു. അപ്പോൾ എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് എല്ലാവരും വന്നു തുടങ്ങി. മീരാൻ്റെയും പിന്നെ ആശാൻ്റെയും ആദുബേബിയും എല്ലാവരും സിദ്ധുവും എല്ലാവരും വന്നു. പിന്നെ അങ്ങനെ കുറച്ചായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ ആൻറ്റിയും ഇവരെല്ലാവരും കൂടിയിട്ട് സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ലാലുവാപ്പനും നളിനിമാമയൊക്കെ വന്നത് തന്നെ ആൻറ്റി വന്നുകൊണ്ടാണ്. പിന്നെ ആൻറ്റി വന്നപ്പോൾ അവരെന്തായാലും വന്ന സ്ഥിതിക്ക് എൻ്റെ ബർത്ത്ഡേയും കൂടി എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാൻ പറ്റി. പിന്നെ വിച്ചൂട്ടനും ഞാനും കൂടി കുറച്ച് നേരം കളിച്ചു കേട്ടോ. അവൻ്റെ കൂടെ ഞാൻ കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലോട്ട് പോയി. പിന്നെ അമ്പാടി പറയായിരുന്നു കേട്ടോ, അച്ഛ ഇത് എൻ്റെയും കൂടി ബർത്ത്ഡേ ആണ് ദിസ് മന്ത്, ഐ ഓൾസോ വോണ്ട് ടു കട്ട് ദി കേക്ക് എന്നൊക്കെ പറയായിരുന്നു. പിന്നെ എല്ലാവരും കട്ട് ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു. ദീപങ്ങളും ഉണ്ട്, അൻവിൻ ചേട്ടനും ഉണ്ട്, ലാലുവാപ്പനും രേമാമനും എല്ലാവരും ഉണ്ട്. അച്ചാച്ചനൊക്കെ അവിടെ നിന്ന് നോക്കുകയാണ്, ഇതെന്താ കട്ട് ചെയ്യാത്തത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തീമൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടാട്ടോ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാണ്, എല്ലാവരും കൂടിയാട്ടോ കട്ട് ചെയ്തത്. എൻ്റെ കൈ ഫസ്റ്റ് പിടിച്ചു, എല്ലാവരുടെയും കൈ പിന്നെ പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാ സൈഡും കട്ട് ചെയ്ത് വെക്കുന്ന പോലെ കുറച്ച് ടൈം എടുത്ത് ഞങ്ങൾ എല്ലായിടത്തും കൂടി കട്ട് ചെയ്തു കേട്ടോ. പിന്നെ അമ്പാടിക്ക് വേണമെന്ന് പറഞ്ഞു, അമ്പാടിക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അമ്പാടി വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അമ്പാടി കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ടിച്ചൂട്ടൻ കട്ട് ചെയ്തു. അമ്പാടിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്പാടി എനിക്ക് കേക്കൊക്കെ വായിൽ വെച്ച് തരിക കേട്ടോ. അപ്പോൾ ഞാൻ താങ്ക് യു എന്നുള്ള രീതിയിൽ കഴിക്കുകയാണ്. ഡിച്ചൂട്ടിനും എല്ലാവരും എനിക്ക് തന്നു. പിന്നെ അമ്പാടിക്ക് ഞാൻ കത്തി കൈമാറിയിരിക്കുന്നു. പിന്നെ അമ്പാടി കട്ട് ചെയ്തിട്ട് അതിനിടയ്ക്ക് ഡിച്ചൂട്ടിനും എനിക്ക് തന്നു കേക്ക്. അമ്പാടി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മന്ത് എല്ലാവരുടെയും എൻ്റെ ബർത്ത്ഡേ തന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ കഴിഞ്ഞതാണ് എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞത്. അമ്പാടി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ബർത്ത്ഡേ പോലെയായിരുന്നു. ആദു ബേബിക്ക് കൊടുത്തു. അതും പിന്നെ കട്ട് ചെയ്തു കേട്ടോ. അത് കട്ട് ചെയ്തപ്പോൾ ഡിച്ചൂടെ നോക്കിയിട്ട് ഇനി എനിക്ക് വേണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അതുകൊണ്ട് തന്നെ ഡിച്ചൂട്ടനാണ് കൊടുത്തത്. എല്ലാ സൈഡും കൊണ്ട് കട്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും കൊടുത്ത്. പിന്നെ അമ്പാടി വീണ്ടും വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പാടി നീ ഒരു തവണ ചെയ്തില്ലേ ഞാൻ സിദ്ധൂര് കൊടുത്തിട്ടാണ് ഡിച്ചുവിന് കൊടുത്തത്. ഡിച്ചുവിന് അത്രയും നേരം മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് എല്ലാവരും കട്ട് ചെയ്ത് കണ്ടിട്ട് ഇനി എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് കൊടുത്തു. എന്നിട്ട് അവനും കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിച്ചുവിനും കൊടുത്ത്. അത് എല്ലാവരും എൻ്റെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി കട്ട് ചെയ്ത പോലെ തന്നെ അവരെല്ലാവരും തന്നെ കട്ട് ചെയ്ത്. പിന്നെ വിച്ചൂട്ടനും അമ്പാടിയുടെ അതേ പ്ലേസ് കട്ട് ചെയ്തിട്ട് കട്ടിയില്ല അത് എൻ്റെ പ്ലേസാണ്, അത് ഞാനാണ് ഫസ്റ്റ് കട്ട് ചെയ്തത്, അച്ഛൻ അത് ഞാനാട്ടോ കട്ട് ചെയ്തത്, അത് അവനല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ഞാൻ കേക്ക് കൊടുക്കുമ്പോൾ പ്ലേറ്റിൻ്റെ താഴെ ഞാൻ പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തു, ദീപങ്ങൾക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും അതും ഇതും എല്ലാം എടുത്തു. പിന്നെ ഇവരെല്ലാവരും വരുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും ഫുഡിലോട്ട് കടന്നു. അമ്പാടിയും എല്ലാവരും ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ബിരിയാണി
കോമളത്തെ ബിരിയാണിയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ബിരിയാണി പറഞ്ഞത്. നല്ല ബിരിയാണി ആയിരുന്നു. ഇത് കല്യാണ ബിരിയാണി കേട്ടോ പറഞ്ഞത്. എല്ലായിടത്തെയും പോലെ നല്ല ബിരിയാണി ആയിരുന്നു. ഞങ്ങൾ തലശ്ശേരിക്കാരായതുകൊണ്ട്, തലശ്ശേരിയിലും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അവിടുത്തെ പോലെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ എൻ്റെ സർപ്രൈസും വീട്ടിൽ നിന്ന് സെലിബ്രേഷന് കിട്ടിയ സർപ്രൈസും സ്കൂളിൽ നിന്ന് കിട്ടിയ സർപ്രൈസും എല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുന്നുണ്ട്. കാണാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.